PSA ബുള്ളറ്റിൽ നിന്നുള്ള ആദ്യത്തെ 50 GK ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി 51 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. എൻ്റെ കഥ രചിച്ചത് മാധവിക്കുട്ടി, കമല സുരയ്യ. എൻ്റെ ജീവിതകഥ രചിച്ചത് AK ഗോപാലൻ. എൻ്റെ കഥ രചിച്ചത് മാധവിക്കുട്ടിയും എൻ്റെ ജീവിതകഥ രചിച്ചത് AKGയാണ്. ജീവിതകഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ AKGയെ ഓർക്കാം. M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു. M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനമായ ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനമായ ജൂലൈ 1 ഏറ്റവും നീളം കൂടിയ പാമ്പ്, ഏറ്റവും നീളം കൂടിയ ഉരകം എന്നീ പ്രത്യേകതകൾ റെറ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പിന് സ്വന്തമാണ്. ഇവയ്ക്ക് 10 മീറ്റർ വരെ നീളമുണ്ടാകാറുണ്ട്. ഏറ്റവും ഉയരം കൂടിയ സസ്തനം ജിറാഫാണ്. ആഫ്രിക്കൻ ആനയാണ് 2ാം സ്ഥാനത്ത്. ഏറ്റവും നീളം കൂടിയ കരയിലെ സസ്തനൻ ആനയാണ്. ഇക്കാര്യത്തിൽ 2ാം സ്ഥാനത്ത് ജിറാഫാണ്. ഏറ്റവും വലിപ്പമുള്ള പക്ഷിയും ഏറ്റവും ഭാരം കൂടിയ പക്ഷിയും ഒട്ടകപ്പക്ഷിയാണ്. ഏറ്റവും വടക്കേ അറ്റത്തെ തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയയും ഏറ്റവും വടക്കേ അറ്റത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യവും മെക്സിക്കോയുമാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഇംഗ്ലീഷ് വാക്ക് ദി ആണ്. ഏറ്റവും കൂടുതൽ ഡെഫിനിഷൻസ് ഉള്ള ഇംഗ്ലീഷ് വാക്ക് സെറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാണ് ഇ. ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനം സ്ലോത്ത് ആണ്. ഏറ്റവും വേഗത കുറഞ്ഞ സസ്തനം സ്ലോത്ത് ആണ്. ഏറ്റവും മടിയനായ സസ്തനം കൊവാലയാണ്. വവ്വാലിനെ പോലെ എക്കോലൊക്കേഷൻ തത്വം പ്രയോജനപ്പെടുത്തുന്ന സമുസ്ത സസ്തനികളാണ് തിമിംഗലവും ഡോൾഫിനും. ഒക്ടോബർ 9 ലോക തപാൽ ദിനവും ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനവുമാണ്. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. ഒക്ടോബർ 9 വരുന്നത് ലോക തപാൽ ദിനവും അടുത്ത ദിവസം ഒക്ടോബർ 10 വരുന്നതാണ് ദേശീയ തപാൽ ദിനം. ഓർമ്മ പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയാണ് അംനേഷ്യ. അംനേഷ്യ എന്ന് പറയുന്നത് ഓർമ്മ പൂർണ്ണമായി നശിക്കുന്ന ഒരവസ്ഥയാണ്. സംസാരിക്കാനോ വായിക്കാനോ എഴുതാനോ കഴിയാത്ത അവസ്ഥയാണ് അഫാസിയ. അഫാസിയ എന്ന് പറയുന്നത് സംസാരിക്കാനോ വായിക്കാനോ എഴുതാനോ കഴിയാത്ത ഒരവസ്ഥയാണ്. കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം അഥവാ സൈബർ സുരക്ഷാ ദിനം നവംബർ 30. ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി 9. കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം അഥവാ സൈബർ സുരക്ഷാ ദിനം നവംബർ 30 ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി 9. കരയിലെ ഏറ്റവും ശക്തനായ മൃഗം ആനയാണ്. എന്നാൽ വേട്ടയാടുന്ന മൃഗങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളത് കടുവയാണ്. കഥകളിയിൽ പ്രധാന ഗായകൻ പൊന്നാനി എന്നും സഹഗായകൻ ശിങ്കിടി എന്നും അറിയപ്പെടുന്നു. കഥകളിയിൽ പ്രധാന ഗായകൻ പൊന്നാനി എന്നും സഹായഗായകൻ ശിങ്കിടി എന്നും അറിയപ്പെടുന്നു. ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിനെയാണ് ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത്. കോയിദ് ഇ അസം എന്നറിയപ്പെട്ടത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്നയാണ് കോയിദ് ഇ അസം എന്നറിയപ്പെട്ടത്. സസ്യങ്ങളെ വളർന്നു വലുതാകാൻ അനുവദിക്കാതെ മുരടിപ്പിച്ച് ചെറിയ ആകൃതിയിൽ വളർത്തുന്ന ജപ്പാനീസ് രീതിയാണ് ബോൺസായ്. സസ്യങ്ങളുടെ ഇലകളും ശിഖരങ്ങളും പ്രത്യേക ആകൃതിയിൽ വെട്ടിയൊരുക്കുന്നതാണ് ടോപ്പിയറി. ടോപ്പിയറി എന്ന് പറയുന്നത് സസ്യങ്ങളുടെ ഇലകളും ശിഖരങ്ങളും പ്രത്യേക ആകൃതിയിൽ വെട്ടിയൊരുക്കുന്നതാണ്. ഗാന്ധിസാഗർ ഡാം മധ്യപ്രദേശിൽ ചമ്പൽ നദിയിലാണ്. ഗാന്ധിസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ചമ്പൽ നദിയിലാണ്. ഇതേ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ജവഹർ സാഗർ ഡാം രാജസ്ഥാനിലാണ്. അപ്പോൾ ജവഹർ സാഗർ ഡാമും ചമ്പൽ നദിയിലാണ്, രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൗളയുടെ ഇഷ്ടഭക്ഷണം യൂക്കാലിപ്റ്റസ് ഇലകളാണ്. ജിറാഫിനു പ്രിയം അക്കേഷ്യ ഇലകളാണ്. ഗുരുജി എന്നറിയപ്പെട്ടത് മാധവ സദാശിവ ഗോൾവൽക്കറും ഗുരുദേവ് എന്നറിയപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറുമായിരുന്നു.
ഗുരുജി എന്നറിയപ്പെട്ടത് മാധവ സദാശിവ ഗോൾവൽക്കറും ഗുരുദേവ് എന്നറിയപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറുമായിരുന്നു. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറിയാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ സൂര്യനും, സൂര്യൻ കഴിഞ്ഞാൽ പ്രോക്സിമ സെഞ്ചുറിയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. അത് കഴിഞ്ഞാൽ ആൽഫ സെഞ്ചുറി. പ്രോക്സിമ സെഞ്ചുറിയും കഴിഞ്ഞാൽ ആൽഫ സെഞ്ചുറിയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. സൗരപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. സൗരപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. മെസൊപ്പൊട്ടേമിയക്കാരാണ് ചാന്ദ്രപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത്. ചാന്ദ്രപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് മെസൊപ്പൊട്ടേമിയക്കാരാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണ് അയോ. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണ് അയോ. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോവിൻസ് ആയിരുന്നത് ബംഗാൾ ആയിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോവിൻസ് ആയിരുന്നത് ബംഗാൾ ആയിരുന്നു. എന്നാൽ 1937 ഇന്ത്യയിൽ നിന്ന് ബർമ്മയെ വേർപെടുത്തുന്നതിന് മുൻപ് ബർമ്മയായിരുന്നു ഏറ്റവും വലിയ പ്രവിശ്യ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബർമ്മയെ വേർപെടുത്തിയ വർഷം 1937. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് പണ്ഡിതനായ ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് പണ്ഡിതനായ ഹെറോഡോട്ടസ് ആണ്. അലോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് ഫിഷോഗോറനായ ഹിപ്പോക്രാറ്റസ് ആണ്. അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസും ചരിത്രത്തിന്റെ പിതാവ് ഹെറോഡോട്ടസ്. ആധുനിക ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോപോൾഡ് വോൺ ഡ്രാങ്കെ ആണ്. ആധുനിക ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോപോൾഡ് വോൺ ഡ്രാങ്കെയാണ്. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. ചലിക്കുന്ന ശില്പം ഒഡീസി. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യവും ചലിക്കുന്ന ശില്പം ഒഡീസിയുമാണ്. ചിന്നക്കട കൊല്ലം ജില്ലയിലാണ്. ചിന്നക്കനാൽ ഇടുക്കി ജില്ലയിലാണ്. ചിന്നക്കട കൊല്ലം ജില്ലയിലും ചിന്നക്കനാൽ ഇടുക്കി ജില്ലയിലുമാണ്. ചുവന്ന രക്താണുക്കളുടെ കുറവ് അനീമിയ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ചുവന്ന രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ എന്നത് ചുവന്ന രക്താണുക്കളുടെ അഥവാ RBCയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുന്നത് അനീമിയ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ജനറൽ ഡയറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ജനറൽ ഡയറാണ്. അതിനു പ്രതികാരമായി ആ സമയത്ത് പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കൽ ഒ ഡയറിനെ 1940 മാർച്ച് 13 ലണ്ടനിൽ വച്ച് ഉദ്ധം സിംഗ് എന്ന സിഖ് യുവാവ് വെടിവെച്ചു കൊന്നു. ജുനഗഡ് എന്ന സ്ഥലം ഗുജറാത്തിലാണ്. ജുനഗഡ് ഗുജറാത്തിലാണ്. എന്നാൽ ജുനഗഡ് കോട്ട രാജസ്ഥാനിലെ ബിക്കാനീർ എന്ന സ്ഥലത്താണ്. ജുനഗഡ് കോട്ട രാജസ്ഥാനിലെ ബിക്കാനീർ എന്ന സ്ഥലത്താണ്. 1588 റായ് സിംഗ് ആണ് ഇത് പണി കഴിപ്പിച്ചത്. ഞങ്ങൾക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഞങ്ങൾക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായി സഹകരിച്ച രാജ്യം ജപ്പാനാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായി സഹകരിച്ച രാജ്യം ജപ്പാനാണ്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി സഹകരിച്ച അമേരിക്കൻ കമ്പനിയാണ് ഫിലിപ്സ് പെട്രോളിയം കമ്പനി. ഷെയ്ഖ് അബ്ദുള്ള കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നു. ഷെയ്ഖ് അബ്ദുള്ള കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നു. ലാലാ ലജ്പത് റായ് പഞ്ചാബ് സിംഹം. ലാലാ ലജ്പത് റായ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നു. സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനമാണ്. സെപ്റ്റംബർ 27 വേൾഡ് ടൂറിസം ഡേ. ജനുവരി 25 ദേശീയ വിനോദസഞ്ചാര ദിനവുമാണ്. ജനുവരി 25 ദേശീയ വിനോദസഞ്ചാരം. തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് കുട്ടികളിൽ
ക്രെട്ടിനിസം എന്ന രോഗവും മുതിർന്നവരിൽ മിക്സഡിമ എന്ന രോഗവും ഉണ്ടാക്കുന്നു. തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് കുട്ടികളിൽ ക്രെട്ടിനിസം. കുട്ടിയിലും ക്രെട്ടിനിസത്തിലും കായുണ്ട്, അപ്പോൾ അങ്ങനെ ഓർത്തു വയ്ക്കാം. മുതിർന്നവരാണെങ്കിൽ മിക്സഡിമ, മുതിർന്നവരിലും മായുണ്ട്, മിക്സഡിമയിലും മായുണ്ട്, അങ്ങനെ നമുക്കത് ഓർത്തു വയ്ക്കാം. ഇനി ലോകപ്രസിദ്ധ വിപ്ലവകാരിയായ ചെഗുവേര ജനിച്ചത് അർജന്റീനയിലാണ്. 1954 ബൊളീവിയയിലെത്തി. അദ്ദേഹം അവിടെ നിന്ന് മെക്സിക്കോയിലും എത്തി. ലോകത്താദ്യമായി വിജയകരമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത് 1958 ബാങ്ക് ഓഫ് അമേരിക്കയാണ്. ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത് ബാങ്ക് ഓഫ് അമേരിക്ക 1958 ബാങ്ക് അമേരിക്കാർഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ കണ്ടുപിടിച്ചത് IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന കമ്പനിയാണ്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATM കണ്ടുപിടിച്ചത് IBM ആണ്. യുണൈറ്റഡ് കിങ്ഡത്തിൽ 1972 ലോകത്തെ ആദ്യ ATM സ്ഥാപിച്ചത് ലിയോഡ്സ് ബാങ്ക് ആണ്. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ബാബിലോണിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയാണ്. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ഹമ്മുറാബിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവായി കണക്കാക്കുന്നത് മനുസ്മൃതിയുടെ കർത്താവായ മനുവിനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവായി കണക്കാക്കുന്നത് മനുവിനെയാണ്. അഭിനവ മനു, ആധുനിക ഇന്ത്യയിലെ നിയമദാതാവ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ലോകത്തിലെ ആദ്യത്തെ സംസ്കാരമായ സുമേറിയൻ സംസ്കാരമാണ് സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ സംസ്കാരമായ സുമേറിയൻ സംസ്കാരമാണ്. എന്നാൽ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏഥൻസ് ആണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏഥൻസ് ആണ്. നിലവിലുള്ളവയിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള സംസ്കാരം ചൈനയിലേതാണ്. നിലവിലുള്ളവയിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള സംസ്കാരം ചൈനയിലേതാണ്. ലോകമാന്യ എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലകനാണ്. മഹാമാന്യ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ. മഹാമാന്യ മദൻ മോഹൻ മാളവ്യ, ലോകമാന്യ ബാലഗംഗാധര തിലകൻ. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത് 1987 ജൂലൈ 11 അതിനാലാണ് ലോക ജനസംഖ്യാ ദിനമായി അഥവാ വേൾഡ് പോപ്പുലേഷൻ ഡേ ആയി ജൂലൈ 11 ആചരിക്കുന്നത്. 1999 ഒക്ടോബർ 12 ലോക ജനസംഖ്യ 600 കോടി തികഞ്ഞത്. ലോക് നായക് എന്നറിയപ്പെട്ടത് ജയപ്രകാശ് നാരായൺ ആണ്. ലോക് നായക് എന്നറിയപ്പെട്ടത്. ദേശ് നായക് എന്ന ബഹുമതി സുഭാഷ് ചന്ദ്രബോസിന് നൽകിയത് ടാഗോർ ആണ്. ലോക് നായക് ജയപ്രകാശ് നാരായൺ, ദേശ് നായക് സുഭാഷ് ചന്ദ്രബോസ്. വേവൽ പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്യാൻ 1945 വൈസ്രോയി വിളിച്ചു ചേർത്തതാണ് സിംല സമ്മേളനം. വേവൽ പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്യാൻ 1945 വൈസ്രോയി വിളിച്ചു ചേർത്തതാണ് സിംല സമ്മേളനം. സിംല ഉടമ്പടി 1972 ജൂലൈ 2 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചു. സിംല ഉടമ്പടി 1972 ജൂലൈ 2 1972 ജൂലൈ 2 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചു. വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു ആണ്. വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു. ദേവസമാജത്തിന്റെ സ്ഥാപകൻ ശിവനാരായൺ അഗ്നിഹോത്രി. ദേവസമാജത്തിന്റെ സ്ഥാപകനാണ് ശിവനാരായൺ അഗ്നിഹോത്രി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ കാലത്തെ പടയണി ഗാനമായ വരിക വരിക സഹചരെ രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം പന്തളം KP രാമൻ പിള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ ഉൽപ്പന്ന പിരിവുമായി ബന്ധപ്പെട്ട് രചിച്ചതാണ്. കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പൽ മലേഷ്യയുടെ ദേശീയ പക്ഷിയാണ്. കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പൽ മലേഷ്യയുടെ ദേശീയ പക്ഷിയാണ്. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന തായ്ലൻഡിന്റെ ദേശീയ പുഷ്പമാണ്. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന തായ്ലൻഡിന്റെ ദേശീയ പുഷ്പമാണ്. കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷമായ തെങ്ങ് മാലിദ്വീപിന്റെ ദേശീയ വൃക്ഷമാണ്. കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷമായ തെങ്ങ് മാലിദ്വീപിന്റെയും ദേശീയ വൃക്ഷമാണ്.
ജ്ഞാനപീഠത്തിന് ആദ്യമായി അർഹനായത് മലയാള കവിയായ ജി ശങ്കരക്കുറുപ്പാണ്. 1965 ജ്ഞാനപീഠത്തിന് ആദ്യമായി അർഹനായത് മലയാളിയായ ജി ശങ്കരക്കുറുപ്പ്. എന്നാൽ ജ്ഞാനപീഠം നേടിയ ആദ്യ നോവലിസ്റ്റ് ബംഗാളിലെ താരാശങ്കർ ബാനർജിയാണ്. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് എസ്.കെ. പൊറ്റക്കാടാണ്. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റാണ് എസ്.കെ. പൊറ്റക്കാട്. DDT അഥവാ ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ കണ്ടുപിടിച്ചത് ഓത്മാർ സെയ്റ്റ്ലറാണ്. DDTയുടെ കീടനാശക സ്വഭാവം തിരിച്ചറിഞ്ഞത് പോൾ മുള്ളർ. ഈ കണ്ടെത്തലിന് അദ്ദേഹം 1848 വൈദ്യശാസ്ത്ര നോബലിന് അർഹനായി. വാരിയർ ഫ്രം ദ സൗത്ത് എന്നറിയപ്പെട്ടത് സി രാജഗോപാലാചാരിയാണ്. ഫയർ ബ്രാൻഡ് ഓഫ് ദ സൗത്ത് എന്നറിയപ്പെട്ട നേതാവാണ് എസ് സത്യമൂർത്തി. വാരിയർ ഫ്രം ദ സൗത്ത് എന്നറിയപ്പെട്ടത് സി രാജഗോപാലാചാരിയും ഫയർ ബ്രാൻഡ് ഓഫ് ദ സൗത്ത് എന്നറിയപ്പെട്ട നേതാവ് എസ് സത്യമൂർത്തിയുമാണ്. തകഴിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. തകഴിയുടെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ തീരങ്ങളിൽ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയാണ്. ഓർമ്മകളുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ്. ഓർമ്മകളുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ്. തിമിംഗലത്തെപ്പറ്റി ശരീരത്തിൽ ബ്ലബ്ബർ എന്ന കൊഴുപ്പ് പാളിയുള്ള ജീവിയാണ് ധ്രുവക്കരടി. തിമിംഗലത്തെ പോലെ ശരീരത്തിൽ ബ്ലബ്ബർ എന്ന കൊഴുപ്പ് പാളിയുള്ള ജീവിയാണ് ധ്രുവക്കരടി.